വർഷം നീണ്ട തീവ്ര പ്രണയത്തിനൊടുവിൽ 1.5 വർഷം മാത്രം നീണ്ടുനിന്ന ദാമ്പത്യം ഒരു യുവതിയുടെ അതിക്രൂരമായ കൊലപാതകത്തിൽ അവസാനിച്ച ഞെട്ടലാണ് കേരള സമൂഹം. പാലക്കാട് ശ്രീകൃഷ്ണപുരം കാട്ടുകുളത്തെ വൈഷ്ണവിയാണ് ഭർത്താവ് ദീക്ഷിതിന്റെ ക്രൂരതയ്ക്ക് ഇരയായത്. പ്രാണന്റെ തുല്യം സ്നേഹിച്ചവൾ കൺമുന്നിൽ പിടഞ്ഞു മരിക്കുന്നത് നോക്കി നിന്ന ശേഷം യാതൊരു ഭാവമാറ്റമില്ലാതെ ഭാര്യയ്ക്ക് രോഗമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച ദീക്ഷിതിന്റെ കുറ്റസമ്മതം കേരളത്തിന്റെ സാമൂഹിക മനസ്സാക്ഷിയെ ചോദ്യം ചെയ്യുന്നതാണ്. സംഭവങ്ങളുടെ തുടക്കം വ്യാഴാഴ്ച രാത്രി 12:30 മലപ്പുറം പെരിന്തൽമണ്ണ ആനമക്കാട് സ്വദേശിയായ വൈഷ്ണവിയുടെ പിതാവ് ഉണ്ണികൃഷ്ണന്റെ ഫോണിലേക്ക് മരുമകൻ ദീക്ഷിതിന്റെ കോളെത്തി. വൈഷ്ണവിക്ക് സുഖമില്ല, അബോധാവസ്ഥയിലാണ്, പാലക്കാട്ടെ വീട്ടിലേക്ക് ഉടൻ വരണമെന്നായിരുന്നു സന്ദേശം. ഭാര്യയും ബന്ധുവുമായി ഉണ്ണികൃഷ്ണൻ കാട്ടുകുളത്തെ വീട്ടിലെത്തുമ്പോൾ കണ്ടത് അനക്കമില്ലാത്ത മകളെയാണ്. അസ്വാഭാവികതകൾ ഒന്നും പ്രകടിപ്പിക്കാതെ ദീക്ഷിത്തും ഒപ്പം ചേർന്ന് വൈഷ്ണവിയെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആശുപത്രി പരിശോധനയിൽ വൈഷ്ണവി മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. തുടർന്ന് ജില്ലാ ആശുപത്രിയിലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ശ്രീകൃഷ്ണപുരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റുകയും ചെയ്തു. ഇതോടെ സംഭവം ഒരു സാധാരണ മരണമായി കണക്കാക്കി കേസ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയായിരുന്നു പോലീസ്. എന്നാൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ കേസിന്റെ ഗതി മാറിമറിഞ്ഞു. ആശുപത്രി പരിശോധനയിൽ വൈഷ്ണവി മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. തുടർന്ന് ജില്ലാ ആശുപത്രിയിലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ശ്രീകൃഷ്ണപുരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റുകയും ചെയ്തു. ഇതോടെ സംഭവം ഒരു സാധാരണ മരണമായി കണക്കാക്കി കേസ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയായിരുന്നു പോലീസ്. എന്നാൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ കേസിന്റെ ഗതി മാറിമറിഞ്ഞു. വൈഷ്ണവിയുടെ മരണം ശ്വാസം മുട്ടിച്ചതിനാലാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായതോടെ സംശയം സ്വാഭാവികമായും ഭർത്താവ് ദീക്ഷിതിലേക്ക് തിരിഞ്ഞു. പോലീസ് ദീക്ഷിതിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. പ്രാഥമികമായി കുറ്റം നിഷേധിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസിന്റെ ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിൽ അയാൾ ക്രൂരമായ കൊലപാതകം ചെയ്തതായി ഏറ്റുപറഞ്ഞു. ഈ കുറ്റസമ്മതം കേട്ടവരെല്ലാം ഞെട്ടി. 4 വർഷം നീണ്ട പ്രണയബന്ധമാണ് 1.5 വർഷം മുമ്പ് വിവാഹത്തിലേക്ക് എത്തിയത്. ദീക്ഷിതിന്റെ മാതാപിതാക്കൾ വിദേശത്തായതിനാൽ കാട്ടുകുളത്തെ വീട്ടിൽ ഭാര്യയും ഭർത്താവും മാത്രമായിരുന്നു താമസം. സന്തോഷകരമായി തുടങ്ങിയ ദാമ്പത്യത്തിൽ കറുത്ത നിഴൽ വീഴ്ത്തിയത് ഒരു വാഹന അപകടമാണ്. വിവാഹശേഷം ദീക്ഷിതിന് ഗുരുതരമായ വാഹനാപകടത്തിൽ പരിക്കേറ്റു. ഇത് ശാരീരിക അവശതകൾക്ക് കാരണമാവുകയും ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാവുകയും ചെയ്തു. സാമ്പത്തിക പ്രയാസങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും ദമ്പതികൾക്കിടയിൽ മാനസിക അകലം സൃഷ്ടിച്ചു. ഈ ശാരീരിക മാനസിക സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ദീക്ഷിത് വൈഷ്ണവിയെ സംശയിക്കാൻ തുടങ്ങിയതെന്നാണ് പോലീസ് നിഗമനം. കൊലപാതകം നടന്ന ദിവസം രാത്രിയിലും ഇരുവരും തമ്മിൽ രൂക്ഷമായ വഴക്കുണ്ടായി എന്നാണ് പോലീസ് പറയുന്നത്. ഈ വഴക്കാണ് അതിക്രൂരമായ കൊലപാതകത്തിൽ കലാശിച്ചത്. ഭാര്യയെ ഇല്ലാതാക്കാൻ ദീക്ഷിത് തിരഞ്ഞെടുത്ത മാർഗം മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതായിരുന്നു. ബെഡ്ഷീറ്റ് വായിലേക്ക് തിരികെ കയറ്റിയ ശേഷം മൂക്ക് പൊത്തി ശ്വാസം മുട്ടിച്ചാണ് വൈഷ്ണവിയെ കൊലപ്പെടുത്തിയത്. മരണം ഉറപ്പിച്ച ശേഷം ഭാര്യയ്ക്ക് അസുഖമാണെന്ന് വീട്ടുകാരെ വിളിച്ച് അറിയിച്ചതിലൂടെ യാതൊരു കുറ്റബോധവും ഇല്ലാതെ രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ദീക്ഷിത് നടത്തിയതെന്ന് പോലീസ് വെളിപ്പെടുത്തി. ദീക്ഷിതിന്റെ ശാരീരിക പരിമിതികൾ പോലും മറികടന്നാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്നത് കുറ്റകൃത്യത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു. അപകടത്തിൽപ്പെട്ട ശേഷം സൂക്ഷ്മമായ കാര്യങ്ങൾ ചെയ്യാനോ പേന പോലും ശരിയായി പിടിച്ചെഴുതാനോ പരിമിതിയുള്ള ഒരാളാണ് ഇത്രയും ഭീകരമായ കൊലപാതകം ചെയ്തതെന്നത് ഞെട്ടലുളവാക്കുന്നു. വൈഷ്ണവിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. സംശയരോഗം എന്ന ഒറ്റ കാരണമാണ് ഒരു യുവജീവനെ ഇല്ലാതാക്കിയത്. കേരളത്തിൽ സമീപകാലത്ത് വർദ്ധിച്ചു വരുന്ന ഗാർഹിക പീഡനങ്ങളും ദാമ്പത്യ കൊലപാതകങ്ങളും വലിയ സാമൂഹിക ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിലും സംശയത്തിന്റെ പേരിലും ജീവിതം ഹോമിക്കപ്പെട്ട യുവതികളുടെ ദുരന്തങ്ങൾ സംസ്ഥാനത്തിന്റെ പുരോഗമന ചിന്തകൾക്ക് ഒരു കളങ്കമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ വിവാഹ ബന്ധങ്ങളെ കുറിച്ചുള്ള പുതിയ തലമുറയുടെ ആശങ്കകൾ വർദ്ധിക്കുന്നതും വിവാഹം വേണ്ട എന്ന നിലപാടുകളിലേക്ക് പല പെൺകുട്ടികളും ചിന്തിച്ചു തുടങ്ങുന്നതും ഈ ദുരന്തങ്ങളുടെ സാമൂഹിക പ്രതിഫലനമായി വിലയിരുത്താവുന്നതാണ്. തുടർച്ചയായ ഗാർഹിക പീഡന മരണങ്ങൾ സൃഷ്ടിക്കുന്ന ഭീതി സുരക്ഷിതമായ ഒരു പങ്കാളിത്ത ജീവിതം സാധ്യമല്ലെന്ന ധാരണയിലേക്ക് യുവജനങ്ങളെ എത്തിക്കുന്നു. വൈഷ്ണവി ദീക്ഷിത് സംഭവം പ്രണയവിവാഹത്തിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന അതിവൈകാരികതയും അത് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാതെ വരുമ്പോൾ സംഭവിക്കുന്ന താളപ്പിഴകുകളുമാണ് സൂചിപ്പിക്കുന്നത്. ദീക്ഷിതിന്റെ മാനസിക സംഘർഷങ്ങളും സംശയരോഗവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊലപാതക കുറ്റം ചുമത്തിയതിനു പുറമെ വൈഷ്ണവി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതി ആയതിനാൽ പട്ടികജാതി വർഗ അതിക്രമം തടയൽ നിയമപ്രകാരവും പോലീസ് ദീക്ഷിതിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കേരള സമൂഹത്തിൽ ഇത്തരം അതിക്രമങ്ങളെ തടയാൻ നിയമപരമായ ഇടപെടലുകൾക്കപ്പുറം ശക്തമായ സാമൂഹിക വിദ്യാഭ്യാസം അനിവാര്യമാണ്.
പങ്കാളിയോടുള്ള സംശയവും നിയന്ത്രണാധികാരവും ഒരു വ്യക്തിയുടെ ജീവനെടുക്കാൻ കാരണമാകുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണം. വൈഷ്ണവിയുടെ ക്രൂരമായ കൊലപാതകം ബന്ധങ്ങളിലെ മാനസിക ആരോഗ്യം, കൗൺസിലിംഗ്, പങ്കാളിയോടുള്ള ബഹുമാനം എന്നിവയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു. ദീക്ഷിതിന്റെ കുറ്റസമ്മതം കേട്ട് ഞെട്ടിയ വൈഷ്ണവിയുടെ കുടുംബം നീതിക്കായി കാത്തിരിക്കുകയാണ്. കൊലപാതകത്തിന് പിന്നിലെ മുഴുവൻ സത്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നതിനായി പോലീസ് അന്വേഷണം തുടരുകയാണ്.